പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നശിച്ചാൽ എന്താണ് പ്രയോജനം? ഒരുവൻ ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? ഇന്നത്തെ മെസ്സേജ് തീർത്തും വചനപ്രഘോഷണ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലുള്ള അങ്ങനെയുള്ള ശുശ്രൂഷകർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ കേട്ട ഈ വചനത്തിന്റെ അപ്പുറമായിട്ട് പരിശുദ്ധാത്മാവ് അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകരോടും പറയുകയാണ്: ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം? ഒരുവൻ ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? പരിശുദ്ധാത്മാവ് ഇതിനോട് ചേർത്ത് മറ്റൊരു വചനം കൂടെ പറയുകയാണ്: ഒരുവൻ ലോകം മുഴുവനുള്ള എല്ലാ ആത്മാക്കളെ നേടിയാലും അവന്റെ ആത്മാവ് നശിച്ചാൽ എന്താണ് ഫലം? ഒരുവൻ ലോകം മുഴുവനുള്ള സകല ആത്മാക്കളെ നേടിയാലും സ്വന്തം ആത്മാവ് നശിച്ചാൽ എന്താണ് ഫലം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ലോകത്തിന്റെ കണ്ണില് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന, ദൈവരാജ്യത്തിന്റെ കണ്ണില്, ദൈവത്തിന്റെ കണ്ണില് കത്തി തീരാനായ നിരവധി ശുശ്രൂഷകളെ നോക്കിയിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ സന്ദേശത്തിന്റെ കാതലായ വശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. 2004 കാലഘട്ടം. അന്ന് ഞാനായിരിക്കുന്ന ഇടവകയിൽ, അവിടുത്തെ സ്കൂളിൽ, ആ പരിസരത്തുള്ള സ്കൂളുകളിൽ ഞാനൊരു ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സൗജന്യ മാസിക, ഒരു 4 പേജുള്ള ഒരു സൗജന്യ മാസിക പ്രസിദ്ധീകരിച്ച് അത് അവിടെയുള്ള സ്കൂളുകളിലെല്ലാം കൊണ്ട് കൊടുക്കും. അപ്പം ഇതിലൂടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിലൂടെ ആ പള്ളിയിൽ വെച്ച് മാസത്തിൽ ഒരു ഏകദിന ധ്യാനം ക്രമീകരിച്ചിട്ട് അതിന്റെ അറിയിപ്പും ഡേറ്റും ഒക്കെ അതിനകത്ത് പ്രസിദ്ധീകരിക്കാറുണ്ട്. ഒരു മാസത്തിൽ ഒരു പ്രസിദ്ധീകരണമേ ഉള്ളൂ. അപ്പം ഇത് കാണുന്ന കുട്ടികൾ എന്ത് ചെയ്യും? ആ സമീപത്തുള്ള ആ അടുത്ത ഇടവകളിൽ നിന്നൊക്കെയുള്ള കുട്ടികളൊക്കെ അവിടുത്തെ ഏകദിന ധ്യാനത്തിൽ വരും. ഇത് തുടങ്ങുമ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു 3-4 ഇടവകളിലെ പിള്ളേർ പഠിച്ചിരുന്നത് അവിടുത്തെ എന്റെ ഇടവകളിലെ സ്കൂളിലാണ്. അപ്പം അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഈ പ്രസിദ്ധീകരണം തുടങ്ങിയത്. ഒരു 1000 കോപ്പി ആയിരിക്കും. പിന്നീട് പ്രാർത്ഥിച്ച് ദൈവ ശുശ്രൂഷ വളർത്തി. അങ്ങനെ 1000 കോപ്പി എന്നുള്ളത് 3000 കോപ്പിയിലേക്ക് വളർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള പൈസ എൻ്റെ അടുത്തില്ല. ഒരു മാസത്തെ മാസിക പ്രസിദ്ധീകരിക്കാനായിട്ട് പൈസ ഇല്ല. ഞാൻ ആകെ ദുഃഖിതനായി, നിരാശനായി. ഒരു ശുശ്രൂഷ തുടങ്ങി വെച്ചിട്ട് അത് തുടർന്ന് പോകാൻ പറ്റുന്നില്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടു. ഒത്തിരി പ്രാർത്ഥിച്ചു, ഒരു ഫലവും കണ്ടെത്തിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ഇടവക ദേവാലയത്തിൽ അതിൽ കടന്നു പോയപ്പോൾ ദേവാലയത്തിൽ കയറി ഈ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു: നമ്മുടെ ശുശ്രൂഷ തമ്പുരാൻ ആവശ്യമില്ലായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ അന്ന് ഒരു ഇലക്ട്രിക്കലിന്റെ ഒരു മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ, ആ ഇടവകത്തിന്റെ ഒരു വീട്ടിൽ എന്നെ വിളിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ വിരുന്നിന് വന്ന അവരുടെ ഒരു ആന്റി, ബാംഗ്ലൂരുള്ള ഒരു ആന്റി, അവർ വിദേശത്തായിരുന്നു, ഇപ്പം ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. അവർ ലീവിന് വന്നതാണ്. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ആന്റിയായിട്ട് സംസാരിച്ചപ്പോൾ ആന്റി പറഞ്ഞു: ആ ഒരു മാസത്തെ ശുശ്രൂഷയ്ക്കുള്ള പൈസ 3000 രൂപയുടെ ചെലവ് വരും, ആ പൈസ അവർ തരാമെന്ന് പറഞ്ഞു. അവരെ പൈസ തന്നു കേട്ടോ. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഞാൻ പ്രസ്സിൽ കൊണ്ടുവരുന്നത്, അതായത് സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന പ്രസ്സിൽ നിന്ന് വേറൊരു പ്രസ്സിൽ പോയിട്ട് സംസാരിച്ചപ്പോൾ അവർ 1000 രൂപ കുറച്ച് തന്നു. 3000 രൂപ സ്ഥിരം മേടിക്കുന്ന പ്രസ്സുകാർ പറഞ്ഞതിന് ഇവർ 1000 രൂപ കുറച്ച് 2000 രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ സംഭവം മാസിക പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ഒരു വകയ്ക്കും കൊള്ളിയല്ലാത്ത കടലാസും നിലവാരമില്ലാത്ത പ്രിന്റിങ്ങും വർക്കും. എനിക്കിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചങ്ക് തകർന്നു പോയി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു തിരിച്ചറിവ് എന്നാണെന്നറിയോ? ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിയിട്ട് ദൈവത്തിന്റെ ആ തിരികിതം അന്വേഷിക്കാതെ സ്വന്തം ബുദ്ധി കൊണ്ട്, സ്വന്തം യുക്തി കൊണ്ട് ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു? പിറ്റേ മാസത്തേക്ക് ഇതിൽ നിന്ന് 1000 രൂപ ലാഭിച്ചു വെക്കാനായിട്ട് ശ്രമിച്ചു. ഫലം എന്താ ഉണ്ടായി? ഒരാൾക്ക് പോലും കൈകൊണ്ട് തൊടാൻ താല്പര്യം വരാത്ത രീതിയിലുള്ള ഒരു മുഷിഞ്ഞ ശുശ്രൂഷയായിട്ട് അത് മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പരിപൂർണമായിട്ടൊരു ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തി, ഒരു ദൈവവേല ചെയ്യുന്ന ഒരു വ്യക്തി ബുദ്ധിയെ മാറ്റി നിർത്തിയിട്ട് പരിപൂർണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ശുശ്രൂഷ ചെയ്യണമെന്നുള്ളൊരു പാഠം അന്ന് ഞാൻ പഠിച്ചു. അങ്ങനെ പിന്നെ അതിനുശേഷം ഏതാനും മാസങ്ങൾ കൂടെ ആ ശുശ്രൂഷകൾ കടന്നുപോയി. ചില പ്രത്യേക സാഹചര്യത്തിൽ ചില പ്രത്യേക സമ്മർദ്ദത്തിന്റെ പുറത്ത് അത് നിർത്തേണ്ടതാണ്. ഓക്കെ. ഏറ്റവും കൂടുതൽ ധ്യാന കേന്ദ്രങ്ങൾ ഒരു കാലത്ത് കൂണ് മുളയ്ക്കുന്നത് പോലെ വളർന്നു വരികയും നിരവധി അഭിഷേകമുള്ള ശുശ്രൂഷകരൊക്കെ തഴച്ചു വളരുകയും ചെയ്തൊരു മണ്ണാണ് നമ്മുടെ കേരളം. ഓരോ ജില്ലകളിലും, പ്രത്യേകിച്ച് തൃശ്ശൂർ, തിരുവിതാംകൂർ സൈഡിലേക്ക് പോകണമെങ്കിൽ പറയണം, അത്രമാത്രം ധ്യാന കേന്ദ്രങ്ങളും
ധ്യാനം കൂടാൻ ആളുകൾ, ശുശ്രൂഷകര്, വചന പ്രഘോഷകര്. ഇന്ന് ഈ കൊറോണ കാലം കഴിഞ്ഞ് ഇന്ന് ഈ 2025 ആയിരിക്കുമ്പോൾ നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിലൊരു 90% ശുശ്രൂഷാ മേഖലകളും തകർന്നു പോയി. അതിന്റെ കാരണം എന്താണെന്നറിയോ? ദൈവാരാധനയ്ക്ക് പകരം അവിടെയൊക്കെ വ്യക്തി ആരാധനകൾ വന്നു. പ്രത്യക്ഷമായിട്ട് ദൈവത്തെ ആരാധിക്കുമ്പോഴും പരോക്ഷമായിട്ട് വ്യക്തിയെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ചില കൃപയുള്ള അച്ഛന്മാര്, ചില കൃപയുള്ള സിസ്റ്റേഴ്സ്, ചില കൃപയുള്ള ശുശ്രൂഷകര്, ഇവരെയൊക്കെ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് കാണുകയും അവർക്കൊക്കെ അവരോടൊക്കെ കാര്യങ്ങൾ ആലോചിക്കുകയും അവരെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുകയും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതിന് പകരം ഈ ധ്യാനകേന്ദ്രങ്ങൾക്കും അല്ലെങ്കിൽ ഈ ശുശ്രൂഷകൾക്കും നേതൃത്വം കൊടുക്കുന്ന അവരെപ്പോലുള്ളവരുടെ തീരുമാനങ്ങൾക്ക് അന്തിമ വില കൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. ഈ ശുശ്രൂഷ പിന്നെ മുന്നോട്ട് പോകുമോ? പോകാതിരുന്നതിൽ എന്തെങ്കിലും അത്ഭുതം വിചാരിക്കേണ്ട കാര്യമുണ്ടോ? ഈ ശുശ്രൂഷകരെയൊക്കെ തകർത്തതിന്റെ പിന്നിലെ യഥാർത്ഥ മറ്റൊരു കാരണം എന്നാണെന്നറിയോ? ഇവരുടെയൊക്കെ ഉള്ളിൽ രൂപം കൊണ്ട ആത്മീയ അഹങ്കാരം. ഇത് പറയുമ്പോൾ അതായത് മനുഷ്യന്റെ ചരിത്രത്തിന് മുൻപ്, മനുഷ്യന്റെ സൃഷ്ടിക്ക് മുമ്പ് ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു വൃന്ദം മാലാഖമാരെ ദൈവം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ഒരു കഥ നമ്മൾ പൂർവികരിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ തലവനായിരുന്നല്ലോ ലൂസിഫർ. അങ്ങനെ പാതാളത്തിലേക്ക് അവനും അവന്റെ കൂട്ടാളികളും വലിച്ചെറിയപ്പെട്ടു. അതിന്റെ കാരണം എന്നാണെന്നറിയോ? തങ്ങൾ ദൈവത്തെക്കാളും വലിയവരാണെന്നുള്ള അഹങ്കാരം അവരുടെ ഉള്ളിൽ കടന്നുകൂടിയതിന്റെ പിന്നിലാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പല ശുശ്രൂഷ മേഖലകളിലും ഓരോ ശുശ്രൂഷകർക്ക് കൃപയുണ്ട്. അവർക്ക് അവരോടൊന്ന് ചെന്ന് കണ്ട് പ്രാർത്ഥിച്ചാൽ, അവരൊന്ന് തലയെ കൈവച്ചാൽ, അവരൊന്ന് ഒന്ന് മെസ്സേജ് എടുത്താൽ അത് ഭയങ്കര സംഭവമാണ്, അവർ പ്രാർത്ഥിച്ച പലതും നടക്കും എന്നൊക്കെ പറഞ്ഞ് ആളുകൾ, നിരവധി വ്യക്തികൾ അവരെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കുകയും, അതുപോലെ തന്നെ എന്നാ പറയണ്ടേ, ഇങ്ങനെ ആളുകൾ തങ്ങളെ കാണാനായിട്ട് തിങ്ങിക്കൂടിയപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ വേണ്ട ആ പ്രാർത്ഥനയ്ക്കായിട്ട്, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായിട്ടും ഒക്കെ മാറ്റിവെക്കേണ്ട സമയം മുഴുവൻ അവര് അതിനുവേണ്ടി ചെലവഴിക്കാതെ ഈ ആളുകളുടെ സ്തുതിയിലും പുകഴ്ത്തലിലും ഒക്കെ വീണ് അതുകൂടാതെ വ്യക്തമായ കൃപാവരങ്ങൾ ഉണ്ടായിരുന്ന പലരും ആ കൃപാവരങ്ങൾ ഒക്കെ ഉപേക്ഷിച്ച് വരദാന കൗൺസിലിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നവര് അവര് ഒരു പുതിയ നിയമം വന്നു. സൈക്കോളജി കൗൺസിലിംഗ് പഠിച്ച് അതിന്റെ കോഴ്സ് സർട്ടിഫിക്കറ്റും കൂടെ വെച്ചാൽ മാത്രമേ സഭയിലാണെങ്കിലും ധ്യാനകേന്ദ്രങ്ങളിലാണെങ്കിലും കൗൺസിലിംഗ് നടത്താൻ പാടുള്ളൂ. ഇവരെന്ത് ചെയ്തു? ഇങ്ങനെ പ്രാർത്ഥനകൾ കുറഞ്ഞു, ആളുകളും ആരവങ്ങളും കൂടി ഇവരെ പൊക്കിക്കൊണ്ട് നടക്കാൻ തുടങ്ങി. ഇവരുടെ ഹൃദയത്തിൽ അഹങ്കാരം വർദ്ധിച്ചു. അപ്പോൾ പതുക്കെ ഇവരിലെ കൃപകൾ നഷ്ടപ്പെട്ടു, കൃപകൾ ഇല്ലാതായി. അപ്പോൾ എന്ത് ചെയ്തു? ഇവര് പല ടെക്നിക്കുകളും ധ്യാനത്തിന്റെ വിജയത്തിന് താൽക്കാലികമായിട്ടെങ്കിലും ആളുകളുടെ ഉള്ളിൽ ഒരു കുളിര് ഉണ്ടാകാൻ, ഒരു വൈബ് ഉണ്ടാകാൻ, അവർക്കൊരു ഒരു ആത്മസംതൃപ്തി കിട്ടാനായിട്ട് ചില ടെക്നിക്കുകൾ പ്രയോഗിക്കാൻ തുടങ്ങി. വരദാനം കൗൺസിലിംഗ്, വിലപ്പെട്ട പരിശുദ്ധാത്മാവിനോട് ചേർന്ന് വരദാനം ഉപയോഗിച്ച് കൗൺസിലിംഗ് നടത്തി നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കണ്ടെത്തി കൊടുത്തിട്ടിരുന്നവര്, അവരെ അന്ധകാര ശക്തിയുടെ ബന്ധനത്തിൽ നിന്ന് പുറത്താക്കി അവരെ രക്ഷയുടെ മാർഗത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്നവര്, അവർ സൈക്കോളജി കൗൺസിലിംഗിന്, സൈക്കോളജിയിലൊക്കെ അഭയം പ്രാപിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു? പതുക്കെ ഈ എന്നാ പറയട്ടെ, ഈ സൈക്കോളജിയും വരദാനം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കൂ. രണ്ട് കയറ് കൂട്ടിക്കെട്ടിയാൽ മുഴച്ചിരിക്കുന്നു പറയാറില്ലേ? എന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്തു? ലാസ്റ്റ് ഒന്നിനും ഫലം കാണാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. ഈ വരുന്നവരുടെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും വിടുതൽ കിട്ടണ്ടേ? അത് ലോകത്തിൻ്റെതായ ടെക്നിക്കുകളോ അല്ലെങ്കിൽ സൈക്കോളജിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഓളജികളോ ഉപയോഗിച്ച വല്ലതും കാര്യം നടക്കൂ? പരിശുദ്ധാത്മാവ് ഇടപെടേണ്ട മേഖലയിൽ പരിശുദ്ധാത്മാവ് ഇടപെടണ്ടേ? ഇപ്പോൾ ഈ നാളുകളിലൊക്കെ നിരവധി വ്യക്തികൾ അവരുടെ പല വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ അവരുടെയൊക്കെ കുടുംബങ്ങളിൽ നടന്നിരുന്ന ഈ ഇന്നത്തെ അവരുടെ തകർച്ചയുടെ അടിസ്ഥാന കാരണം എന്നാന്നുള്ളത് പരിശുദ്ധാത്മാവ് കാണിച്ചു തരിക. അത് പറയുമ്പോൾ അവർ അമ്പരക്കുക, അതുപോലെ അവർ പശ്ചാത്തപിക്കാനും അവർ അതിന് പരിഹാരം ചെയ്യാനും തയ്യാറാകുക. അവർക്കറിയില്ല എന്തായിരുന്നു കാരണമെന്ന്. ഒരു സ്ത്രീ വിളിച്ചിട്ട് മൂത്തതൊരു പെൺകുട്ടിയാണ്, രണ്ടാമതൊരു ആൺകുട്ടിയാണ്. ഇത് പറയുമ്പോൾ അത് പറയുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് പറയാം, മൂന്നാമതൊരു ആൺകുട്ടിയല്ലേ. ഈ മൂന്നാമതൊരു ആൺകുട്ടിയല്ലെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ല, 2 മക്കളെ ഉള്ളൂ ബ്രദറെ. മൂത്തതൊരു പെൺകൊച്ചാണ്, അവളെ കെട്ടിച്ചു വിട്ടു. രണ്ടാമത്തെ മകനാ, ഒരു കല്യാണമൊന്നും ആയിട്ടില്ല. അപ്പോൾ അബോർഷൻ ചെയ്തിട്ടുണ്ടല്ലോ. ഈ അബോർഷൻ ചെയ്തത് ആൺകുഞ്ഞായിരുന്നു. മൂന്നാമതൊരു ഉണ്ടായിരുന്നു വയറ്റില്. അതിനെ വയറ്റി വെച്ച് തന്നെ കൊന്നുകളഞ്ഞു. ഇന്ന് കിടന്ന് എന്തെല്ലാം ചെയ്തിട്ടും അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമില്ല. കിടന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ മുഴുവൻ എണ്ണിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു വിടുതൽ അവരുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ, അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിൽ വേറെയും ഗർഭചിത്രം നടന്നിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി അതിന് പരിഹാരം ചെയ്യാനായിട്ട് അവർ തയ്യാറാകുക. ഇത് സൈക്കോളജി കൗൺസിലിംഗ് നടത്തിയ നടപടിയാവും. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളാൽ നിറച്ച ശുശ്രൂഷകരൊക്കെ ഈ പുകഴ്ത്തലിലും സ്തുതിപാടലിലും അതുപോലെ കിട്ടിയ എന്നാ പറയണ്ട പൊസിഷൻ, സ്ഥാനമാനങ്ങളിലൊക്കെ അഹങ്കരിച്ച് പ്രാർത്ഥിക്കാൻ അവർ മറന്നുപോയി. അങ്ങനെ കൃപാവരങ്ങൾ പലപ്പോഴും കുറേശ്ശെ ആയിട്ട് നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള കൃപാവരങ്ങളില്ലാതെ, കൃപയില്ലാത്തവരെ ശുശ്രൂഷകരെ കൊണ്ട് എങ്ങനെ ഒരു ധ്യാനകേന്ദ്രം നിലനിന്ന് പോകും? ഇത് പല ധ്യാനകേന്ദ്രങ്ങളും നടക്കുന്ന ഒരു അവസ്ഥ എന്താണെന്നറിയോ?
ഡയറക്ടർക്ക് ഉള്ളതിനേക്കാളും പ്രഭാവം അവിടെ ഏതെങ്കിലും ഒരു സാധാരണ ഒരു ബ്രദറിനുണ്ട്, അവർക്ക് അല്ലെങ്കിൽ ഒരു സന്യാസി ഒരു ശുശ്രൂഷയ്ക്കുണ്ട്. അവരുടെ പുറകെ ആൾക്കാർ കൂടുന്ന കാണുമ്പോഴത്തേക്കും പതുക്കെ അവരെ മറ്റുള്ളവരും കൂടെ കൂട്ടം കൂടിക്കൊണ്ട് ഇവരെ എന്ത് ചെയ്യും, പതുക്കെ അവിടെ ചാടിക്കും. ചിലപ്പോൾ ആ ഒരൊറ്റ കാരണത്താലായിരിക്കും അവിടെ കത്ത് നിൽക്കുന്ന ആ സെന്ററിലേക്ക് ഇഷ്ടംപോലെ ആളുകൾ വരുന്നതും ധ്യാനം കൂടുന്നതും ഒക്കെ. അപ്പൊ എന്ത് ചെയ്യും, അസൂയ മൂത്ത് അസ്വസ്ഥത മൂത്ത് ഈ എന്നാ പറയണ്ടേ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതിന് പകരം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ തങ്ങൾക്ക് വേണോ ആ ഒന്നാം സ്ഥാനം എന്ന് പിടിവാശി കാണിച്ചുകൊണ്ട് അവരെ പറഞ്ഞു വിടും, അവരെ തപ്പിച്ച് പുറത്തിയാക്കി. എന്നിട്ട് പിന്നെ കൃപയുള്ള ശുശ്രൂഷകരില്ലാതെ ശുശ്രൂഷാ മേഖല ഒരു ധ്യാനകേന്ദ്രമാണ് വളരെ മുന്നോട്ട് പോകും. ഇതൊന്നും ടെക്നിക്കുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സൈക്കോളജി ഉപയോഗിച്ചോ ഒന്നും നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. പറഞ്ഞു മനസ്സിലായി? ഒരു ശുശ്രൂഷകനെ വളർത്തേണ്ടത് അവന്റെ പ്രാർത്ഥനാ ജീവിതമാണ്, അല്ലാതെ ഈ ലോകമല്ല. ഈ ലോകത്തിൽ ആശ്രയിക്കുകയും കൂടുതൽ സമ്പത്ത്, അതായത് മറ്റൊരു വിഷയമുണ്ട് ഈ മേഖലയിൽ, മറ്റൊരു വിഷയം, ഒത്തിരി പേര് കൊണ്ടുപോയിട്ട് അവരുടെ ദശാംശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷകന് അല്ലെങ്കിൽ ബ്രദറിന് അല്ലെങ്കിൽ പിന്നെ അച്ഛന് ഇവർക്ക് കൊണ്ട് കൊടുക്കും. ഇവരെന്ത് ചെയ്യും, ഈ പണം ഒത്തിരി വരുമ്പോഴത്തേക്കിനും പിന്നെ ഇവരുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് സാത്താൻ തിരിച്ചുവിടും. അപ്പൊ കൂടുതൽ പണം കൊടുക്കുന്നതിന് മാത്രമേ ഇവര് പ്രാർത്ഥനയുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ പണം ഇഷ്ടംപോലെ പണം വാരി കൊടുക്കുന്നതിന്റെ അവന്റെ ജീവിതം എന്താ, അവന്റെ പിന്നിലത്തെ അവസ്ഥ എന്നാന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കിയില്ല. അവരെങ്ങനെയാണ് ഈ പണം ഉണ്ടാക്കിയത്? അവൻ ചിലപ്പോൾ അവൻ അന്യായം അതിക്രമം കാണിച്ചുണ്ടാക്കി പിടിച്ചു പറിച്ചുണ്ടാക്കിയ പണമായിരിക്കും അവന്റെ താൽക്കാലിക സമാധാനത്തിന് വേണ്ടി ഇവർക്ക് കൊണ്ട് കൊടുക്കുന്നത്. അത് മേടിക്കുന്നതോട് എന്ത് ചെയ്യും, ഇവരിലുള്ള ദൈവികത നഷ്ടപ്പെട്ടു, ദൈവാത്മാവ് ഇവരിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ അവിടെ സാത്താൻ, പണത്തിന്റെ സാത്താൻ ഇവരിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ ഇവരായിരിക്കുന്ന ആ ഒരു ശുശ്രൂഷ മേഖല അവിടെ സംഭവിച്ചില്ലേ അത്ഭുതപ്പെടാറുണ്ട്. പണത്തിന് വേണ്ടിയിട്ട് മെസ്സേജ് പറയുന്ന ചില വ്യക്തികൾ, ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കുറച്ച് വർഷങ്ങളായിട്ട് ചിലർക്ക് വീടുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്നതായിട്ട് എനിക്കറിയാം. വീടുകളിൽ പ്രാർത്ഥിക്കാൻ പോവുക. അപ്പം ചെന്ന് കഴിയുമ്പം അവരെന്ത് ചെയ്യും, 500-ന്റെ ഒരു കുറച്ച് നോട്ട് ഇവർക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ വീടിന്റെ പടിക്ക് കുറ്റം, വീടിന്റെ അകത്തെ കോവണിക്ക് കുറ്റം, സ്റ്റെയർകേസ്, അതുപോലെ തന്നെ വീടിന്റെ സ്ഥാനം ശരിയല്ല. ഒരു ദൈവിക ശുശ്രൂഷകൻ ഇതൊക്കെയാണോ പറയേണ്ടത്? ആ കുടുംബത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തുള്ളവരുടെ പാപനിമിത്തം ആണ് അവരുടെ കുടുംബത്തിൽ ജീവിതത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇറങ്ങി പോകുമ്പോഴേ ചിക്കിളി കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് ഉള്ളത് മറച്ചു വെച്ചിട്ട് ഇല്ലാത്ത ആവശ്യമില്ലാത്ത കട്ടളപ്പടിക്കും പിന്നെ ജനലിനും പിന്നെ കന്നിക്കോണിലെ കക്കൂസെന്ന് പറയും. അതുപോലെ പിന്നെ പ്രാർത്ഥന മുറി ഇങ്ങോട്ട് തിരിഞ്ഞായിരിക്കേണ്ടത്, അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കണമായിരുന്നു. വീട് തന്നെ സ്ഥാനം തെറ്റാണ്, ഈ സ്ഥലം ശരിയല്ല, ഇങ്ങനെയൊക്കെ പറയും. താൽക്കാലിക നേട്ടം നടക്കും, താൽക്കാലികമായിട്ട് ഇതിന്റെ ആവശ്യങ്ങൾ നടക്കും. പക്ഷേ ഒരു ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി അവിടെ ഒരിക്കലും സംഭവിക്കുന്നില്ല. അവർ ചെയ്ത തെറ്റെന്താന്നുള്ളത്, അവർക്ക് എവിടെയാണ് തിരുത്തൽ വരുത്തേണ്ടതെന്നും അവരുടെ സ്വഭാവത്തിലും അവരുടെ പ്രവൃത്തിയിലും വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണെന്നുള്ളതും നീ പറഞ്ഞു അവർക്ക് കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്താത്തോളം കാലം ആ ആത്മാക്കൾ അവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വീട് മൊത്തം പൊളിച്ച് വേറെ സ്ഥലത്തേക്ക് മാറ്റിയാൽ അവരുടെ വീടിന് ആ പൈസ മുഴുവൻ നഷ്ടപ്പെടുന്നല്ലാതെ എന്തെങ്കിലും കാര്യമുണ്ട്? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്നാ പറയട്ടെ, അപ്പവും വീഞ്ഞുവോ അല്ലെങ്കിൽ എന്നാ പറയട്ടെ സുഖലോലുപതിയോ സുഖജീവിതമോ ഒന്നുമല്ല. അവിടെ കഷ്ടതകളും കഷ്ടപ്പാടും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മാറ്റാനായിട്ട് എന്തെങ്കിലും പോകുമ്പോഴുണ്ടോ എന്നല്ല ശ്രദ്ധിക്കേണ്ടത്. അതിനെ ഒന്ന് ഒഴിവാക്കി കളഞ്ഞിട്ട് ജീവിത സന്തോഷം സുഖം നിറഞ്ഞതാക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നല്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ യേശുതമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്, നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആ സഹനം ഉണ്ട്, ആ കുരിശ്, ഞാൻ വഹിച്ചതുപോലത്തെ ഒരു കുരിശ് നിനക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നീ വഹിച്ചുകൊണ്ട് വേണം, ആ കുരിശും ചുമന്നുകൊണ്ട് വേണം നീ എന്റെ പിന്നാലെ വരാൻ. അതല്ലാതെ ഏതെങ്കിലും ആ ബ്രദർമാരെ അല്ലെ അച്ഛന്മാരെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് അവിടുന്ന് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടിയിട്ട് സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എന്താ, ജീവിതത്തിലെ കഷ്ടതകളും ദുരിതങ്ങളും സ്വീകരിക്കാനുള്ള കൃപ തന്നെ തമ്പുരാനെ ഒന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ എന്റെ പാപനിമിത്തം വന്നതാണ് എന്റെ ഈ തകർച്ചയെങ്കിൽ, അതായത് ഞാൻ അനുഭവിക്കുന്ന ഈ തകർച്ചയ്ക്കും ദുരന്തത്തിനും അതിന്റെ അടിസ്ഥാന കാരണം എന്റെ പാപമാണെങ്കിൽ അതിൽ നിന്ന് എനിക്ക് മോചനം നേടാനും ആ പാപത്തിന് പരിഹാരം ചെയ്യാനും വഴി കാണിച്ചു തരണേ, അതിനുള്ള വഴി തെളിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലായോ? അതല്ലാതെ കഷ്ടത്തിലൊന്ന് പോകാനും പാടില്ല, ഉത്തരത്തിൽ എടുക്കും ചെയ്യണമെന്ന് പറയുന്നത് നടപടിയായിരിക്കും. ഇനി വരും ദിവസങ്ങളിലും ഇതേ മേഖലയെക്കുറിച്ച് തന്നെ ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. ഓക്കെ, അപ്പം ശുശ്രൂഷകർക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. പണം കൊണ്ട് അവരെ മൂടണമെന്നൊന്നുമല്ല പറയുന്നത്. നമ്മൾ ശുശ്രൂഷകർക്ക് അവർ എങ്ങനെ ചെയ്യും, കൃപയുള്ള ഒരു ശുശ്രൂഷകനെ എല്ലാവർക്കും ആവശ്യമാണ്. പ്രാർത്ഥിച്ചിട്ട് മെസ്സേജ് പറയാനും ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി കാണിച്ചു തരാനും ഒക്കെ ശുശ്രൂഷകരെ ആവശ്യമാണ്. പക്ഷെ അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്കും ആ മേഖലയിൽ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം നമുക്ക് സാമ്പത്തികം മാത്രം കൊടുത്താൽ പോരാ, 2 മണിക്കൂർ 40 മിനിറ്റ് നമ്മുടെ സമയത്തിന്റെ, പണത്തിന്റെ ദശാംശം ആണ് മറ്റത്. വേറൊന്ന് നമ്മുടെ സമയത്തിന്റെ ദശാംശം നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരും സന്നിധിയിലും ആത്മായ പ്രേക്ഷകരും ഉൾപ്പെടെ ഉള്ള ശുശ്രൂഷകർക്ക് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. അപ്പൊ ഇങ്ങനെ 2 സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സഭയിൽ പിന്നെ ശുശ്രൂഷകരുണ്ടാവുള്ളൂ. ശുശ്രൂഷകരുണ്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യം വളരുന്ന ശുശ്രൂഷകൾ നടക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ ദൈവരാജ്യം വളരുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലോകം മുഴുവൻ നേടിയാലും, ലോകത്തിലുള്ള മുഴുവൻ ആത്മാക്കളെ നേടിയാലും ഈ നേടാൻ ഇറങ്ങുന്നവന്റെ ആത്മാവ് നശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ഇനി ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് വചനപ്രഘോഷണ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും ഞാൻ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. ഈശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ശുശ്രൂഷ മേഖലയിൽ തകർന്നൊരു വ്യക്തിയാണ് നീയെങ്കിൽ, പിന്തിരിഞ്ഞു പോയൊരു വ്യക്തിയാണ്, എവിടെയാണ് നിന്റെ ജീവിതത്തിൽ പാളിച്ചു വന്നതെന്ന് പരിശോധിക്കുക. എന്നിട്ട് തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക, ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക. ആ ചാരം മൂടി കിടക്കുന്ന നിന്നിലെ വരദാനങ്ങളും പ്രഭകളും എല്ലാം ഒന്ന് ചാരം നീക്കി ആളി കത്തിച്ചെടുക്കുക. എന്നിട്ട് അതുകൊണ്ട് തണുത്ത് വിറങ്ങലിച്ചിരിക്കുന്ന ആത്മീയ മേഖലയിൽ തണുത്ത് വിറങ്ങലിച്ച് മരണാസന്നരായി കഴിയുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് ചൂട് പകർന്നു കൊടുക്കാൻ, പരിശുദ്ധാത്മാവിന്റെ ആ അരൂപ്യ പകർന്നു കൊടുക്കാനായിട്ട് നീ കത്തിച്ചൊലിച്ചുകൊണ്ട് സഭയുടെ ശുശ്രൂഷ മേഖലകളിലേക്ക് തിരിച്ചു വരിക. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.